സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ദുബായ് വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ കാലത്ത് തന്നെ എണീച്ചിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കി. അതിനവിടെ ഓവനും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് തട്ടിക്കൂട്ടി ഒരേ സാധനങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങാൻ പോണത്. നമ്മുടെ മീറ്റിംഗ് തുടങ്ങാൻ ടൈമുണ്ട്, പക്ഷേ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത സമയം തന്നെ പോകാൻ നിന്നാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാണ്. നമ്മുടെ വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇനി വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. പോണ സമയത്ത് നല്ല നല്ല കാഴ്ചകൾ കണ്ടാൽ മതിയായിരുന്നു. നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്ക് വണ്ടി ഇവിടെ നിന്ന് നൈസായിട്ട് അങ്ങോട്ട് ഇറക്കാം. നമുക്കിനിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ റൈറ്റാണ് എടുക്കുന്നത്. എന്തായാലും എനിക്കടുത്ത വഴിയിൽ അറിയില്ല, എന്നാലും നമുക്ക് മാപ്പൊക്കെ ഇട്ടിട്ട് പോവാം. ഇനി മാപ്പ് എന്തെങ്കിലുമൊക്കെ പണിയാരോ എന്നാണ് എൻ്റെ പേടി. നമുക്ക് നോക്കാം. നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് കിട്ടണില്ല, അല്ലെങ്കിൽ അവനെ കൂടി കൂട്ടായിരുന്നു. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നേരത്തൊക്കെ ആയിട്ട് ഇറങ്ങുള്ളൂ എന്ന്. എന്തായാലും ഇനിയിപ്പോൾ അവിടെ മീറ്റിംഗ് പെട്ടെന്ന് കഴിയണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലാഭമായി. അവനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവനൊക്കെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നതിന് ശേഷം നമുക്ക് പോയാൽ മതിയല്ലോ. എനിക്ക് ടിക്കറ്റിൽ ചിലപ്പോൾ ഇന്ന് തന്നെ കിട്ടാൻ സാധ്യതയില്ല. നാളൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇനി ഫ്ലൈറ്റ്. എന്തായാലും നാളേക്ക് നമ്മൾ ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകും. എന്തായാലും നാട്ടിലേക്ക് പോകണ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. നമുക്കെന്തായാലും വേഗം അങ്ങോട്ട് പോവാം. ഇത് തന്നെയാണെന്നാണ് തോന്നണ വഴി. നമുക്ക് പോയി നോക്കാം. എന്തായാലും ഞാൻ ഇനി ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മളിവിടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഞാനിപ്പോൾ നേരത്തെയാണ് വന്നേക്കണത്, അതുകൊണ്ട് ഇവിടെ ആരില്ല എന്നാണ് തോന്നണത്. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് നമുക്ക് ഇവിടേക്ക് നേരെ മുകളിലത്തെ പാർക്കിങ്ങിൽ അങ്ങോട്ട് കയറ്റിയിടാം. എന്നിട്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് പോയിരിക്കാം. പിന്നെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ഓരോരുത്തരുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമല്ലോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ട്. എന്തായാലും ഞാനിനി മീറ്റിംഗ് പെട്ടെന്ന് കഴിയണമെങ്കിൽ തന്നെ ഒന്ന് അവിടെ വരെ പോയി നോക്കണം. ഇവിടെ അടുത്ത് തന്നെയാണ്. എന്തായാലും പോയി ഒന്ന് ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇടാം. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം. അവരിനി എന്തുപറ്റാണോ പറയാൻ പോണത്. എന്തായാലും നമുക്ക് ഇനി കണ്ടറിഞ്ഞ് കാണാം. പക്ഷേ അങ്ങനെയല്ലല്ലോ, എന്തെങ്കിലും ആവട്ടെ. നമുക്ക് എന്തായാലും ഇനി മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി നാട്ടിൽ പോയിട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ നമുക്ക് ഈ മീറ്റിംഗ് ചെയ്യാനുള്ളത്. ഇനി അടുത്തൊരു മീറ്റിങ്ങിൽ എന്തിട്ട് എടുക്കാനാവോ പറയാൻ പോണത്, ഒരു പിടിയില്ല. എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് നേരെ വന്നപ്പോൾ കണ്ട ആ സ്ഥലത്തേക്ക് പോവാം. ഞാൻ പെട്ടെന്ന് സ്പീഡിലൊക്കെ വന്നപ്പോൾ ഇത് മര്യാദയ്ക്ക് കണ്ടില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയി കാണാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് പോയാൽ മതി. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വണ്ടിയൊക്കെ നൈസായിട്ട് ഇറക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് നേരെ നമ്മുടെ കണ്ട സ്ഥലത്തേക്ക് പോവാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തായാലും അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. എന്നിട്ട് എന്തായാലും നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോവുക. നമ്മുടെ റൂമിൽ പോയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യും. എന്നിട്ട് നാളെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകും. പിന്നെ മല്ലബ്രോയുടെ അടുത്ത് ഇനി വിളിച്ച് പറയണം അവിടെ പോയിട്ട് എന്തായാലും നാളെ വരുമെന്ന്. ഫ്ലൈറ്റ് കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എങ്ങാണ്ടായിരുന്നല്ലോ അത്. ഇവിടേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങോട്ട് വണ്ടി പോവില്ലേ? ഇനിയിപ്പോൾ സ്ഥലം ലോഡായി വരാത്തതിനാണോ പോവുക? അങ്ങോട്ട് റോഡില്ല ഗൈസ്.
നമുക്ക് ഇവിടെ നിന്നൊക്കെ വണ്ടി ചിലപ്പോൾ ചാടിക്കേണ്ടി വരും അങ്ങോട്ട്. എന്തായാലും ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. നല്ല താഴ്ച ഉണ്ടല്ലോ. എനിക്ക് തോന്നണം ഇനിയിപ്പം നമ്മുടെ വണ്ടി നേരെ കൊണ്ട് അങ്ങോട്ട് ചാടിക്കണമെന്ന്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോയി നോക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് പോയി നോക്കാം, പറ്റുമോയെന്നറിയില്ല. ഞാൻ പോയി നോക്കിയിട്ട് എന്താ അവസ്ഥ എന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ അറ്റം വരെയൊക്കെ പോയിട്ട് എല്ലാം കണ്ട്. പക്ഷേ നമുക്ക് ക്യാമറ ആ സ്ഥലത്തെത്തിയപ്പോഴേക്കും എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ നമ്മൾ ക്യാമറയും കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മളും ക്യാമറ ഒക്കെ നിലത്തെടുക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ വഴികളായിരുന്നു. അപ്പോൾ ആ വഴി ചാടി ചാടി പോകേണ്ട വന്നു. അതുകൊണ്ട് ഞാൻ ക്യാമറ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചതാണ്. അല്ലെങ്കിൽ ക്യാമറയും ഞാനൊക്കെ താഴ്ത്തെടുക്കും. അപ്പോൾ കാണാൻ അത്ര ഇതൊന്നുമില്ല. എന്തായാലും നമുക്ക് വണ്ടി തന്നെ ചാടിക്കേണ്ടി വരുമായിരുന്നു അങ്ങോട്ട്. എന്തായാലും നമുക്ക് ഈ വണ്ടി എടുത്ത് ചാടിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അതിനെന്തെങ്കിലും പറ്റിയാൽ പിന്നെ അവനിക്ക് എന്തായാലും വിഷമമായാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയാണെങ്കിൽ പറ്റിയാൽ നമ്മൾ തന്നെ വിഷമം വരും. എന്നാലും നമ്മൾ ഒരേ കുറ്റക്കേട് ചെയ്ത് വെച്ചിട്ടല്ലേ എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു ദിവസം നമ്മുടെ വേറെ വല്ല ഓഫ് റോഡ് വണ്ടി പജേറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഓഫ് റോഡ് വണ്ടിയൊക്കെ എടുത്തിട്ട് ദുബായിക്ക് അയക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലൈറ്റിന് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ആ സ്ഥലത്ത് വെച്ച് വണ്ടി ഒന്ന് ചാടിച്ചിട്ട് അങ്ങോട്ടും കിടക്കാം. എന്തായാലും അപ്പോൾ നമ്മൾ മല്ലു ബ്രോനെയും കൂടി വിളിക്കും. ഇനിയിപ്പോൾ എന്തായാലും അവിടം വരെ ഇനിയിപ്പോൾ എന്തായാലും പോകണം. എന്തായാലും അത് ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇനി റൂമിൽ പോയാൽ തന്നെ അവിടെ പോയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാണ് ചെയ്യുക. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ടിനെ വിളിക്കും, അവനായിരിക്കും പിന്നെ നമ്മളെ എയർപോർട്ടിലേക്ക് തിരിച്ച് കൊണ്ടാക്കുക. എന്തായാലും അവനക്ക് ഫ്രീ ആവുന്ന ടൈം കൂടി എനിക്ക് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ തന്നെ ഈ വണ്ടി എടുത്തിട്ടോ അല്ലെങ്കിൽ ബസ്സിനെങ്ങാനും എയർപോർട്ട് വരെ പോയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറണമെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും നാളെ ആയിരിക്കും നമ്മൾ പോകണേ തിരിച്ച് നാട്ടിലേക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഹോപ്പ് യു ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.